ഹായ്, കടമുണ്ടോ? ഈ വീഡിയോ കണ്ട നിങ്ങൾക്കും തീർക്കാം, എനിക്കും തീർക്കാം. ശ്രദ്ധിക്കും. സാധാരണ ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ ബോർഡിലാണ് നമ്മൾ വരച്ച് ചെയ്യാറ്. പക്ഷെ ഞാനിത് A4 ഷീറ്റിലാക്കി. കാരണം എന്താ? ലാഭം. സോ സിമ്പിൾ. A4 ഷീറ്റിന് 1 രൂപയുള്ളൂ. ഓക്കെ, ഇനി കടം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നോക്കിയാലോ. നമ്മൾ സാധാരണ എല്ലാവരും കടമുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു റൗണ്ട് ചെയ്യാം. ഇപ്പം നമ്മളെല്ലാവരും കടമുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഇനി നമുക്ക് എങ്ങോട്ട് പോകണം? കടമില്ലാത്ത സ്ഥലത്തേക്ക് പോകണം. അതിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നും കൂടി നമുക്ക് നോക്കാം. നമുക്ക് എങ്ങനെയാണ് കടം വരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഓക്കെ, ഞാൻ ആദ്യം ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് എഴുതാം. EMH വീണ്ടും HLB. ആദ്യം നമ്മൾ കടമെടുക്കുന്നത് എന്തിനാണ്? എഡ്യൂക്കേഷൻ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരും കടമെടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. പിന്നെ അടുത്തത് മാരേജ്, നമ്മുടെ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. കുഞ്ഞൊരു കല്യാണമൊക്കെ നടത്തിയാൽ മതി, പക്ഷെ നടക്കില്ല. ആർഭാടാക്കിയിട്ട് തന്നെ നമുക്ക് കല്യാണം നടത്തണം. എല്ലാവരും ആഗ്രഹമായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അടുത്തത് ഹൗസ്, നമുക്ക് എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടുള്ളൊരു ഭവനം വേണമെന്നുള്ളത്, അല്ലേ? നല്ലൊരു വീട് നമുക്ക് വേണമെന്നുള്ളത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കടം വാങ്ങിക്കുന്നു. നെക്സ്റ്റ് വൺ ഹെൽപ്പിംഗ്, നമ്മുടെ ഇല്ലെങ്കിലും ആരുന്നെങ്കിലും കയ്യിൽ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ കടം വാങ്ങിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ H വരുന്ന ഒരു സംഭവം തന്നെയാണ് ഹോസ്പിറ്റൽ കേസസ്. ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണ്ട, കയ്യിൽ നിന്ന് എങ്ങനെ പോകണമെന്നോ കടം വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്ത അവസ്ഥയാണ്. അതിന് നമ്മൾ വീണ്ടും കടക്കാരാകുന്നു. നെക്സ്റ്റ് വൺ ലൈഫ്, ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ജീവിക്കണമല്ലോ. ജീവിക്കണമെങ്കിലും കയ്യിൽ കാശ് വേണം, ഇല്ലേ വീണ്ടും കടത്തിൽപ്പെടുന്നു. ഇതെല്ലാം തുടങ്ങി നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ളൊരു ബിസിനസ് തുടങ്ങാന്ന് വെച്ചാലോ, നടക്കുമോ? കയ്യിൽ കാശില്ല, വീണ്ടും നമ്മൾ പോകണം എവിടേക്ക്? ലോണിനോ കടത്തിനോ ആരുടെയെങ്കിലും കൈയും കാലും പിടിക്കാൻ നമ്മൾ വീണ്ടും പോകണം. അപ്പം നമ്മൾ വീണ്ടും കടക്കാരാകുന്നു. എനിക്കിനി നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് എത്രയൊക്കെ കടമുണ്ടെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം നമ്മുടെ ലൈഫിൽ. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനും ഹെൽത്തിനും വളരെയധികം ബുദ്ധിമുട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും നമ്മളതിനെ അതിജീവിക്കും എന്നുള്ള ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്, അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ബൈ.